ആക്ഷൻ. കളഞ്ഞ് അടിവാതിലും തുറന്ന് വന്നിരിക്കാണ് കടവാവില്. ഡയലോഗ് ഡയലോഗ്. ഞാൻ അവളെ പ്രേമിക്കുന്നു സാർ. ഉള്ളിന്ന് വരട്ടെ ചിരിക്കണ്ട മോനെ. മാമന്റെ മുഖത്തൊന്നും മോൻ കണ്ടില്ലേ? അതിന് മാമന്റെ മുഖത്ത് എന്തോന്നാ പറയണത്? എടാ ഭാവം ഭാവം അഹംഭാവം. നീ വായിച്ചു കൊടുത്താൽ മതി, ഡയറക്ഷൻ ഞാൻ ചെയ്തോളാം. വരണം, ഒരു റീ എൻട്രി ഉണ്ടാവണം. അപ്പൊ ഇനി എന്തായാലും ഒരു റീ എൻട്രിക്ക് സാധ്യത ഉണ്ടെന്നല്ല, റീ എൻട്രി ഉണ്ട്. ഓക്കെ, അപ്പൊ അത് കൺഫേം ആണ് കേട്ടോ. എന്നെ വീടിന്റെ അടുത്തുള്ളവരാരും കളിക്കാൻ കൂട്ടില്ല. നമ്മളെ അവർക്ക് എന്തോ എന്താ അതിന്റെ റീസൺ എന്നല്ല, നമ്മളെ കളിക്കാൻ കൂട്ടില്ല, നമ്മൾ മാറ്റി നിർത്തുക, അങ്ങനത്തെ ഒരു സിനിമയിലൊക്കെ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ആക്ടർ ആയിട്ടുള്ള ഹരിമുരളി ഇന്ന് ജീവനോടെ ഇല്ല. നിങ്ങൾ കുറച്ച് ആൾക്കാരെങ്കിലും ഈ ഒരു വാർത്ത അറിഞ്ഞിട്ടുണ്ടായിരിക്കും. എന്താണ് സംഭവിച്ചത്, എന്താണ് ഇതിന് പിന്നിലെ കാര്യം എന്നുള്ളതൊന്നും ന്യൂസിനകത്തോടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളത് തോന്നുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഓരോ ന്യൂസിലും ഓരോന്നാണ് പറയുന്നത്, അത് ഓരോ രീതിയിലാണ്. ഇപ്പം ഒരു ന്യൂസിൽ പറയുന്നത് രാവിലെ ചെന്ന് നോക്കുമ്പം ചലനമറ്റ നിലയിൽ ഹരിമുരളി കിടക്കുകയായിരുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. എന്നാൽ തൊട്ടടുത്ത ന്യൂസിൽ തൻ്റെ ബന്ധുവിൻ്റെ വീട്ടിലെ 2ാം നിലയിൽ സ്വയം ജീവൻ ഇല്ലാണ്ടാക്കിയ നിലയിൽ തൂങ്ങിയ നിലയിലാണ് കാണപ്പെട്ടത്. കടുത്ത ഡിപ്രഷനായിരുന്നു, ഡിപ്രഷന് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു എന്ന നിലയിൽ ഒരു വാർത്ത വരുന്നുണ്ട്. ഒപ്പം തന്നെ ഹാർട്ട് അറ്റാക്ക് ആണ് എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. ഈ ന്യൂസുകളിൽ വരുന്നതിൽ ഏതാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ളത് അറിയത്തില്ല. എന്നാണെങ്കിൽ ആദ്യം തന്നെ റിപ്പോർട്ടർ ചാനലിൻ്റെ ന്യൂസ് ഞാനിങ്ങോട്ട് പ്ലേ ചെയ്യാം. സിനിമയിൽ ബാലതാരമായി തിളങ്ങിയ ഹരിമുരളിയെ പയ്യന്നൂരിൽ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നൊരു വാർത്ത വരുന്നു. മൃതദേഹം പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ മോർച്ചറിയിലാണ്. രസികൻ, അണ്ണൻ തമ്പി, മാടമ്പി തുടങ്ങി 50ഓളം സിനിമകളിൽ ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ട്. അർജുൻ കല്യാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ, എന്താണ് സംഭവിച്ചത് ഹരിമുരളിക്ക്? ഡോക്ടർ, ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് ഈ ഹരിമുരളിയെ അദ്ദേഹത്തിന്റെ പയ്യന്നൂരിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ ബെഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ 7 മണിയായിട്ടും അദ്ദേഹം എഴുന്നേറ്റ് വരാത്തത് കൊണ്ട് തന്നെ കുടുംബാംഗങ്ങൾ അന്വേഷിച്ച സമയത്താണ് ഈ പറയുന്ന ശരീരത്തിൽ ചലനമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ പയ്യന്നൂരിലെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇപ്പോൾ നിലവിൽ എന്തായാലും മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് ഇപ്പോൾ മൃതദേഹമുള്ളത്. നമുക്ക് ഇതിവിടെ പറഞ്ഞേക്കുന്ന ചലനമറ്റ നിലയിൽ കാണപ്പെട്ടു എന്ന നിലയിലാണ്. ഇനി ന്യൂസ് 18 വാർത്തകൾ നമുക്ക് കാണാം. കണ്ണൂർ പയ്യന്നൂരിൽ സിനിമാ സീരിയൽ നടൻ ഹരിമുരളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പയ്യന്നൂരിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ബാലതാരമായി നിരവധി സിനിമകളിൽ ഹരിമുരളി അഭിനയിച്ചിട്ടുണ്ട്. VFX ആർട്ടിസ്റ്റ് ആയിരുന്നു. പ്രശസ്ത നാടക നടൻ പയ്യന്നൂർ മുരളിയുടെ മകനാണ്. ഇവിടെ സ്വയം ജീവൻ ഇല്ലാണ്ടാക്കുന്ന നിലയിലാണ് ഇവിടെ പറയുന്നത്. ഇതിൽ മീഡിയാസ് ഏത് പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് ഇനി മറ്റെന്തെങ്കിലും ആണെന്ന് മീഡിയാസ് പറയുമോ? എന്താണ് ഇത്? അല്ലെങ്കിൽ ഏത് ന്യൂസാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ഓരോ ന്യൂസിലും ഓരോ രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ഹരിമുരളി അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം മുതൽ ഈ കുട്ടിച്ചാത്തൻ ആ ഒരു സീരിയൽ ഇതിൻ്റെയൊക്കെ ഭയങ്കര ഡൈഹാർഡ് ഫാന് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഇത് അറിയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു നൊസ്റ്റാൾജിയ അല്ലെങ്കിൽ ആ ഒരു ചൈൽഡ്ഹുഡ് ഭയങ്കര മനോഹരമാക്കിയ ആളുകളിൽ ഒരാൾ തന്നെയാണ് ഹരിമുരളി എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഈ ഒരു വാർത്തയൊക്കെ ഓരോ ചാനലിലും ഓരോ രീതിയിലാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് ബാക്കി ഡീറ്റെയിൽസോടെ നമുക്ക് കേൾക്കാം. ബന്ധുവും അഭിനേതാവുമായ KU മനോജിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൊട്ടടുത്ത് തന്നെയുള്ള ബന്ധുവാണ് KU മനോജ്, പ്രശസ്ത അഭിനേതാവാണ്. ഇദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഹരിമുരളിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഹരിമുരളിക്ക് 27 വയസ്സായിരുന്നു. 30 വർഷത്തോളമായി നാടകരംഗത്ത് സജീവമായിരുന്ന പ്രശസ്ത നാടക നടൻ പയ്യന്നൂർ മുരളിയുടെ മകനാണ്. 5ാമത്തെ വയസ്സിൽ സീരിയലിലൂടെയാണ് ഹരി അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. രസികനാണ് ആദ്യ സിനിമ. രസികനിൽ ചെയ്ത വേഷം ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. രസികന് ശേഷം അണ്ണൻ തമ്പി, മാടമ്പി, ഡോൺ, പട്ടണത്തിൽ ഭൂതം, ഉലകം ചുറ്റും, വാലിബൻ തുടങ്ങി നിരവധി സിനിമകളിൽ വേഷമിട്ടിരുന്നു. പിന്നീട് പഠനാവശ്യത്തിനായി സിനിമയിൽ നിന്നും വിട്ടുനിന്ന ഹരി തിരിച്ചെത്തി അമർ അക്ബർ അന്തോണി എന്ന സിനിമയിൽ ചെറിയൊരു വേഷവും ചെയ്തിരുന്നു. ബംഗളൂരുവിൽ നിന്നും BSc വിഷ്വൽ എഫക്ട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് പഠിച്ചിറങ്ങിയ ഹരി എറണാകുളത്ത് ജോലി ചെയ്തു വരികയായിരുന്നു. VFX മേഖലയിലൂടെ സിനിമയിൽ പിന്നണിയിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അന്ത്യം സംഭവിച്ചത്. നാടക സിനിമാ നടൻ KU മുരളിയുടെയും പ്രസന്നയുടെയും മകനാണ്. ബാലതാരമായി വന്ന് ഇപ്പോൾ സിനിമയിൽ സജീവമായ നടൻ ഗണപതി ഹരിയുടെ ബന്ധുവാണ്. സിനിമാ നാടക നടൻ ബാബു അന്നൂർ ഹരിയുടെ അച്ഛന്റെ സഹോദരനാണ്. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഹരി ചില മാനസിക അസ്വാസ്ഥ്യം അനുഭവിക്കുന്ന ആളാണ് എന്നാണ് അറിയുന്നത്. സ്വന്തം വീട് തൊട്ടടുത്തുള്ള ബന്ധുവും വലിയ ഞെട്ടൽ ഉളവാക്കുന്നത്. ടോം സ്വന്തം വീടിന് തൊട്ടടുത്തുള്ള, നേരത്തെ പറഞ്ഞതുപോലെ KU മനോജിന്റെ വീടിന്റെ 2ാമത്തെ നിലയിൽ, മുകളിലത്തെ നിലയിലായിരുന്നു ഹരിമുരളി ജീവൻ ഒടുക്കിയത്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ഹരിയുടെ വീട്. അടുത്തുള്ള നല്ല പോക്കുവരൊക്കെയുള്ള നല്ല ബന്ധമുള്ള വീടുകളാണ്. സ്വന്തം വീട് പോലെ തന്നെ കരുതുന്ന വീടുകളാണ്. ഹരി സാധാരണ നാട്ടിലുള്ളപ്പോൾ ഇവിടെയാണ് താമസിക്കാറുള്ളത്. മൃതദേഹത്തിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. എന്നാൽ ഹരിമുരളി അടുത്ത കാലത്തായിട്ട് മാനസിക അസ്വസ്ഥ അനുഭവിക്കുന്നതായാണ് വിവരം. വിഷാദത്തിലുള്ള ചികിത്സയിലായിരുന്നു ഹരി എന്നുമാണ് ബന്ധുക്കളിൽ നിന്നും ലഭിക്കുന്ന വിവരം. രാവിലെ
രാവിലെ വിളിച്ചിട്ടും വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ പയ്യന്നൂർ സ്വകാര്യ ആശുപത്രി എത്തിച്ചിരുന്നെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ഇപ്പോൾ പെരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മോർച്ചറി സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതിന്റെ തൊട്ടു പിന്നാലെ തന്നെ അടുത്തറിയുന്ന ആളുകളൊക്കെ തന്നെ ഇത്തരത്തിൽ ഇൻസ്റ്റഗ്രാമിലും സ്റ്റോറീസ് ആയിട്ടോ അല്ലെങ്കിൽ FBയിൽ പോസ്റ്റ് ആയിട്ടോ ഒക്കെ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. ഇതിൽ സീമാജി നായർ FBയിൽ ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ വായിക്കാം. പ്രശസ്ത നാടക സീരിയൽ നടൻ പയ്യന്നൂർ മുരളിച്ചേട്ടൻ്റെ മകൻ ഹരിമുരളി അന്തരിച്ചു. അപ്പൂസ്, എൻ്റെ കൂടെയും അവൻ അഭിനയിച്ചിട്ടുണ്ട്. ബാലതാരമായി മിടുക്കനായ മോൻ. എന്തിനാണ് നീ ഇത് ചെയ്തത്? ആദ്യം കേട്ടപ്പോൾ വിശ്വസിക്കാൻ മടിച്ചു. മുരളിച്ചേട്ടനെ വിളിച്ചപ്പോൾ സഹോദരി ഫോൺ എടുത്തത് സത്യമാണെന്ന് സ്ഥിരീകരിച്ചു. എന്തായിരുന്നെങ്കിലും പൊന്നുമോനെ ഇങ്ങനെ ചെയ്യരുതായിരുന്നു. എങ്ങനെ സഹിക്കും നിന്റെ അച്ഛനമ്മമാരും ബന്ധുക്കളും? എന്തോ മനസ്സ് പതറുന്നു. മിടുക്കനല്ലായിരുന്നോ എൻ്റെ അപ്പൂസെ നീ? നിന്നെയും അച്ഛനെയും അമ്മയെയും അറിയുന്ന എത്ര പേർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നു. ആർക്കും വിശ്വസിക്കാനാവുന്നില്ലല്ലോ അപ്പൂസെ. ഇതിൽ സീമാജി നായർ പറയുന്നത് പ്രകാരം, അതായത് വിളിച്ച് പറഞ്ഞത് പ്രകാരം ഈ കേട്ടത് സത്യമാണ്. അതായത് എന്തിനാ ഇങ്ങനെ ചെയ്യാൻ തോന്നും പറയുമ്പോഴത്തേക്കിനെ സ്വയം ജീവൻ ഇല്ലാണ്ടാക്കിയ ഒരു കാര്യത്തെ പറ്റിയിട്ടായിരിക്കുമല്ലോ പറയുന്നത്. അപ്പം ന്യൂസ് 18 വന്നേക്കുന്ന ഈ ഒരു വാർത്ത വിശ്വസിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ ഓരോ ചാനലിലും ഓരോ രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 26, 27 സംതിങ് എന്തോ ആണ് ആ ചേട്ടൻ്റെ പ്രായം. അപ്പോൾ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ സ്വയം ജീവൻ ഇല്ലാണ്ടാക്കുക, ഡിപ്രഷൻ, ആ ഒരു കാര്യങ്ങളോടൊക്കെ കടന്നു പോകാന്ന് പറയുമ്പോൾ എന്താ റീസൺ എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല. ഇപ്പം എൻ്റെ അടുത്തും പല ആൾക്കാർ എന്നെക്കാട്ടി ഏജ് കുറഞ്ഞ ആൾക്കാരാണെങ്കിലും സെയിം ഏജിലുള്ള ആണെങ്കിലും കുറച്ച് ഏജ് കൂടിയ ആൾക്കാരെ പലരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ചില ആളുകളൊക്കെ നമ്മുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്, ജീവിതം മടുത്തു, ഇനിയിപ്പോൾ ഇതങ്ങ് അവസാനിപ്പിച്ചാലോ നമുക്ക് തോന്നാറുണ്ട്. അങ്ങനെയുള്ള ചില രീതിയിൽ ചില ആളുകൾ സംസാരിക്കാറുണ്ട്. നമുക്കൊരൊറ്റ ലൈഫല്ലേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതം ഉണ്ടാവില്ലല്ലോ. നമുക്ക് ഈ ഞാൻ പറയുന്നത് എളുപ്പമാണെന്നറിയാം, എങ്കിലും ആരെങ്കിലുമൊക്കെ മാറി ചിന്തിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് പറയുന്നത്. നമ്മുടെ ലൈഫിൽ നമുക്ക് നെഗറ്റീവ് ആക്കാനോ അല്ലെങ്കിൽ നമ്മളെ തളർത്താനും ഡിപ്രസ്ഡ് ആക്കാനോ ഒക്കെ നമ്മുടെ ലൈഫിൽ 100-ൽ 99% അല്ലെങ്കിൽ 99 കാര്യങ്ങളും അത് മാത്രമായിരിക്കും. പക്ഷേ ഒരൊറ്റ കാര്യം പോസിറ്റീവായിട്ട് ലൈഫിൽ മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്യൂവല് തരുന്ന എന്തെങ്കിലും നമ്മുടെ ലൈഫിലുണ്ട്. അത് നമ്മൾ കണ്ടെത്തുന്നതിലാണ് നമ്മുടെ വിഷയം. അത് നമ്മൾ കണ്ടെത്തുക, നമ്മളെ കൊണ്ടത് പറ്റും. അപ്പം സ്വയം ജീവൻ ഇല്ലാണ്ടാക്കുക ഇങ്ങനെയുള്ള ചിന്തകളിലോട്ട് പോകുമ്പോഴത്തേക്കിനെ നഷ്ടം വരുന്നത് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ പോയി, പിന്നെ നമ്മളൊന്നും അറിയില്ല അല്ലേ. പക്ഷേ ഇതിൻ്റെ എല്ലാ വേദനകളും കാര്യങ്ങളൊക്കെ അടുത്തറിയുന്ന ആൾക്കാരായിരിക്കും. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അറിയുന്ന വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെ തന്നെ ആയിരിക്കും ഈ ഒരു വേദന കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഇത് പറയുമ്പോൾ മനോരമ ഓൺലൈന് ഇപ്പം റീസെൻ്റ് ആയിട്ട് പുറത്തിട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു, മുമ്പത്തെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ആണ്. അതിനകത്തിൽ കുട്ടിക്കാലത്ത് ഈ ഒരു സിനിമയിൽ നിന്നൊക്കെ പിന്നീട് വളർന്നതിന് ശേഷം സിനിമയിൽ നിന്നൊക്കെ വിട്ട് നിൽക്കാനൊക്കെ ഉള്ള ഒരു കാരണങ്ങളെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് പുള്ളി അനുഭവിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് അതുകൂടെ ഒന്ന് കേൾക്കാം. ആ സിനിമയിൽ ശരിക്കും എനിക്ക് പേരില്ല, അങ്ങനെ ഒരു ഉണ്ണിക്കുട്ടൻ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ നെയിം ഇല്ല. ഈ ആൾക്കാർ അടിവാതിൽ എന്ന് തുറന്നു വരുന്ന കടവാവിൽ എന്ന് പറയുന്നത് സ്ക്രിപ്റ്റിലും ഇല്ല. ദിലീപേട്ടൻ ഡബ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോഴും ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ പോർഷനിൽ ദിലീപേട്ടൻ ചെരിഞ്ഞിരിക്കുകയാണ്. അത് ദിലീപേട്ടൻ ഡബ് ചെയ്യുമ്പോൾ കയ്യെന്നിട്ടതാ. അതാണ് ഇപ്പോഴത്തെ ഐഡന്റിറ്റി. അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയത് കൊണ്ടാണ് അത് അത്രയും ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്. കാരണം ഫസ്റ്റ് തന്നെ അടിവാതിലും തുറന്നു വരുന്നു കടവാവൽ എന്നുള്ള ആ ഒരു പഞ്ച് ലൈനാണ് ബാക്കിയുള്ള സീനിന്റെ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്. പിന്നെ സ്ക്രിപ്റ്റ്, ഡയലോഗ് പറയാന്നുള്ളത് വലിയ ബുദ്ധിമുട്ട് എനിക്ക് അന്ന് തോന്നിയിട്ടില്ല. പിന്നെ നമ്മൾ കാണുന്നത് അമറക്ബറിലാന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, അതിനുശേഷം സിനിമ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇല്ല, അണ്ണൻ തമ്പി, മാടമ്പി, ഡോൺ, അങ്ങനെ സിനിമകൾ ഉണ്ടായിരുന്നു. അതിനൊരു ബ്രേക്ക് വീണത് ജസ്റ്റ് ഒരു 5 yearsനകത്ത് ഒരു ബ്രേക്ക് വീണു. അതിന് 2 റീസൺ ഉണ്ട്. ഒന്ന് ഈ പഠിത്തം എന്നുള്ളതിന്റെ റീസൺ, അതല്ലാണ്ട് രണ്ടാമതുള്ള റീസൺ അത് കുറച്ച് എനിക്ക് ആ ടൈമിൽ പേഴ്സണലായിരുന്നു. കാരണം ഞാൻ ഈ സീരിയലിലേക്ക് വരുന്നത്, സീരിയലിൽ അഭിനയിക്കുന്ന എൻ്റെ 4.5 വയസ്സിലുണ്ടാകുമ്പോൾ ഞാൻ സീരിയലിൽ അഭിനയിക്കാൻ തുടങ്ങുന്നു. അന്ന് ഈ സോഷ്യൽ മീഡിയ അങ്ങനെ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് ആൾക്കാർക്ക് ഇപ്പൊ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മളെ തിരിച്ചറിയും. കാരണം അത്രയും സീരിയലിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അഭിനയിച്ച സീരിയലുകളൊക്കെ ഇപ്പൊ കായംകുളം കൊച്ചുണ്ണി, അല്ലെങ്കിൽ രാത്രി 11 മണിക്ക് മുമ്പ് ഒരു സീരിയൽ ഉണ്ടായിരുന്നു, രഹസ്യം എന്ന് പറഞ്ഞിട്ട്, ഒരു ഹൊറർ സീരിയലായിരുന്നു. അത് ഈ ഓട്ടോ ഓടിക്കുന്ന ചേട്ടന്മാര് കാണും. ഈ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുന്ന ആണുങ്ങൾ വരെ കാണുന്ന ഒരു സീരിയലായിരുന്നു അത്. അതിൽ വരുന്നൊരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെറിയ കുട്ടിയാണ്. എനിക്കന്ന് 8 വയസ്സ് 9 വയസ്സുള്ളൂ. എന്നെ വീടിന്റെ അടുത്തുള്ളവരാരും കളിക്കാൻ കൂട്ടില്ല. നമ്മളെ അവർക്ക് എന്താ അതിന്റെ റീസൺ എന്നല്ല, നമ്മളെ കളിക്കാൻ കൂട്ടില്ല, നമ്മളെ മാറ്റി നിർത്തുക, അങ്ങനത്തെ ഒരു അഭിനയിച്ച ആളായതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. തോന്നിയിട്ടുണ്ടാവാം, എനിക്കറിയില്ല. അവർക്ക് ഇപ്പൊ നമുക്ക് തന്നെ തോന്നാമല്ലോ, വലിയൊരാളെ കാണുമ്പോൾ നമുക്ക് സംസാരിക്കാനുണ്ടാവുന്ന, ഇപ്പൊ എനിക്കായാൽ പോലും ഉണ്ടാവുന്ന അതേ ഒരു മടി മാത്രമേ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അത് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇതിപ്പോ സ്കൂളിലായാൽ പോലും ആൾക്കാർക്കൊരു പേടി, അങ്ങനെ എന്തോ സംസാരിക്കാനൊക്കെ. ഇപ്പൊ അത് ഉണ്ടാവില്ല. കാരണം നമ്മളിപ്പോ സെലിബ്രിറ്റീസിനെ കാണുന്നുണ്ട്, ഇവരുടെ ലൈഫിൽ എന്താ നടക്കുന്നത് നമ്മൾ അറിയുന്നുണ്ട്. അന്നതില്ല. ഞാനൊരു ട്രെയിനിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ വന്നിട്ട് ചിലപ്പോ അങ്ങനെയാണ്, നല്ല അഭിനയാണെന്നൊക്കെ പറയുമ്പോൾ ഇത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പ്രായം ആയിരുന്നില്ല അന്ന്. നമുക്കിത് അറിയില്ല, എന്തുകൊണ്ട് എന്നോട് മാത്രം ഇങ്ങനെ ആൾക്കാർ പറയുന്നു എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവില്ല. അതുകൊണ്ടാണ് പിന്നെ അഭിനയിക്കുന്നില്ല എന്നുള്ള എൻ്റെ ഒരു തീരുമാനം.
എനിക്കൊന്നും പുള്ളീനെ ഈ ചെറുപ്പത്തിൽ ഉള്ള ഈ ഒരു അന്നത്തെ വന്നേക്കുന്ന ഈ ഒരു ഫെയിം, പിന്നീട് ആളുകളൊക്കെ ഇങ്ങനെ ഒരു അകൽച്ച കാണിക്കുക, അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ എനിക്കൊന്ന് പുള്ളിനെ ഒരു ഇത്തിരി ഹോണ്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ പലപ്പോഴും പല സെലിബ്രിറ്റീസ് ആയിട്ടുള്ള പല ആളുകളും പറയാറുണ്ട് അവർക്ക് പുറത്തിറങ്ങി ഒരു ചായ പോലും കുടിക്കാൻ പറ്റാറില്ല. ഇപ്പം നമ്മുടെ ലാലേട്ടൻ, മമ്മൂക്ക, പൃഥ്വിരാജ് ഇങ്ങനെയുള്ള ആൾക്കാരെ പറ്റിയിട്ട് പറയുമ്പോഴത്തേക്കിന് നമ്മളിപ്പം പുറത്തിറങ്ങി നടന്ന് നമ്മളൊരു ചായ ഒക്കെ കുടിക്കുന്ന പോലെ അവർക്കൊന്നൊരു തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിക്കാനൊക്കെ പറ്റി എന്നുള്ളത് അവർക്ക് വരുന്നുണ്ടാവില്ല. കാര്യം എന്ന് വെച്ചാൽ അവിടെ ആളുകൾ കൂടും, അങ്ങനെയുള്ള ആ ഒരു പ്രൈവസി കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുക, കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അതേപോലെ തന്നെ ചെറുപ്പത്തിലെ ഇങ്ങനെയുള്ളൊരു സംഭവം ആ കുട്ടിക്കാലത്ത് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നൊക്കെ അനുഭവിക്കുക എന്ന് പറയുമ്പോഴത്തേക്കിനും അത് ആ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ഒരു അത് പലപ്പോഴും അദ്ദേഹത്തെ ഹോണ്ട് ചെയ്തിട്ടുണ്ടാവാം. പിന്നെ ഈ സെയിം കാര്യം തന്നെ 2 വർഷം മുന്നേ ഉള്ളൊരു ഇന്റർവ്യൂവിനകത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഇങ്ങനെ ഒരു ഗ്യാപ്പ് സിനിമയിൽ നിന്നും എടുത്തതിന് ശേഷം, അല്ലെങ്കിൽ ഈ ഒരൊറ്റ കാര്യം കൊണ്ട്, അല്ലെങ്കിൽ ആളുകളൊക്കെ നമുക്ക് എപ്പോഴും വേണ്ടുന്ന മനുഷ്യന്മാരായിട്ടുള്ള ഒരു കണക്ഷൻ, കൂടുതൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വാല്യൂസ് കൊടുത്ത ഒരു വ്യക്തി ആയതുകൊണ്ടൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം യഥാർത്ഥത്തിൽ സിനിമയിൽ നിന്ന് വിട്ടുമാറിയിട്ടൊക്കെ ഉണ്ടാവുക. എങ്കിലും കഴിഞ്ഞ 2 വർഷം മുന്നേ ഉള്ളൊരു കൊടുത്തേക്കുന്ന ഒരു ഇന്റർവ്യൂവിനകത്ത് ഈ സെയിം കാര്യം പറയുന്നുണ്ടോ, ഒപ്പം തന്നെ ഇനിയൊരു ഒരു റീ എൻട്രിക്ക് നിൽക്കുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് നമുക്കിനി അതോടൊന്ന്. അശോകനങ്ങളും എൻ്റെ അച്ഛനും അടുത്ത സുഹൃത്തുക്കളാണ്. അതേപോലെ തന്നെ ഞാനും അർജുവേട്ടനും ഭയങ്കര അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ അർജുവേട്ടൻ കണ്ടുടനെ അർജുവേട്ടന് വേറെ ഒന്നും എന്താന്ന് പറഞ്ഞാൽ അർജുവേട്ടൻ അറിയില്ലായിരുന്നു പയ്യന്നൂർ മുരളി എൻ്റെ അച്ഛനാണെന്ന് അറിയില്ല, മനോജ് കെ എൻ്റെ ഇളയച്ചനാണെന്നൊന്നും ഇവർക്ക് അറിയില്ല. ഞങ്ങൾ തമ്മിൽ പേഴ്സണൽ വേറെ കണക്ഷനാണ്. എൻ്റെ അച്ഛനോടും അമ്മയോടൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ എന്നോട് കുറേ പറഞ്ഞു ഇങ്ങനെ നീ തിരിച്ചു വരണം. ഗണുവിനോട് പറഞ്ഞായിരുന്നു ഞാനിങ്ങനെ, ഗണപതി എൻ്റെ ബ്രദറാണ്, ഗണു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അതിനുശേഷം ഇവൻ എൻ്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ പറയുന്നുണ്ട് അർജുവേട്ടൻ ഇങ്ങനെ വരണം, ഒരു റീ എൻട്രി ഉണ്ടാവണം. അപ്പൊ ഇനി എന്തായാലും ഒരു റീ എൻട്രിക്ക് സാധ്യത ഉണ്ടെന്നല്ല, റീ എൻട്രി ഉണ്ട്. ഓക്കെ, അപ്പൊ അത് കൺഫേം ആണ് കേട്ടോ. എന്താണെങ്കിലും ലൈഫിലോട്ടുള്ള ആ ഒരു റീ എൻട്രി ഇനി ഉണ്ടാവില്ല. ജീവിതമാണ്, അതൊന്നേ ഉള്ളൂ. ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഈ ചിരിച്ചുകൊണ്ട് കാണുന്ന മുഖങ്ങളുടെ പിന്നിൽ നമ്മൾ പോലും അറിയാത്ത അവരുടെ മറ്റൊരു ഫേസ് ഉണ്ട്. അവരവിടെ കരയുന്നുണ്ടാവും, നല്ല രീതിയിൽ സങ്കടപ്പെടുന്നുണ്ടാവും, അവർ ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ അതിൽ നിന്ന് പുറത്തോട്ട് വരാനുള്ള ഒരു വഴി നമ്മൾ തന്നെ കണ്ടെത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളെ സഹായിക്കേണ്ടുന്നത് നമ്മൾ തന്നെയാണ്. അത് നമുക്കത് പറ്റും, നമുക്കത് പറ്റണം. ഒറ്റ ലൈഫല്ലേ ഉള്ളൂ, അടിപൊളിയായിട്ട് ജീവിക്കാൻ നമുക്ക് പറ്റും. പിന്നെ പ്രശ്നം അതുണ്ടാവും, നമ്മളത് ഫേസ് ചെയ്യണം. അതാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. അങ്ങനെയാണ്, ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണുന്ന പറഞ്ഞെങ്കിൽ ജീവിക്കണം, പിന്നെ അല്ലാതെ അത്രേ ഉള്ളൂ. അങ്ങനത്തെ ചിന്തകളിലൂടെ ഒക്കെ കടന്നു പോകുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ബെറ്റർ നിങ്ങൾ മാറി ചിന്തിക്കുക. അങ്ങനത്തെ ചിന്തകൾ ഭയങ്കരമായിട്ട് മനസ്സിലോട്ട് വരുന്നുണ്ടെങ്കിൽ അടുത്തുള്ള നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരാളുടെ അടുത്ത് പോയി സംസാരിക്കുക. ഒരു സ്ട്രേഞ്ചറിൻ്റെ അടുത്താണെങ്കിലും കുഴപ്പമില്ല, ഇറങ്ങിപ്പോയി സംസാരിക്കുക, മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. ഒറ്റ ലൈഫേ ഉള്ളൂ. അഗൈൻ റിപ്പീറ്റ് ചെയ്യണം. എന്താണെങ്കിലും നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി.